വണ്ടി ഒന്ന് സ്കിഡായി. ഞാൻ റോഡിൽ തെറിച്ചു വീണു. ഇടത്തേക്കയുടെ ഈ ഭാഗത്ത് നല്ല വേദനയും നീരും തോന്നി. KMC ഹോസ്പിറ്റലിലാണ് ചികിത്സ തേടി പോയത്. ഡോക്ടർ വന്നു. ഒരു ആശ്വാസ വാക്ക് പോലും പറയാതെ അയാൾ പറഞ്ഞു തുടങ്ങിയത് തന്നെ ഇങ്ങനെയാണ്: സർജറി വേണം, 2 ലക്ഷം രൂപയാകും ഓപ്പറേഷൻ എന്ന് അയാളും പറഞ്ഞു. നിങ്ങൾ ഇട്ടേക്കുന്ന പോസ്റ്റ് പിൻവലിച്ച് പരസ്യമായിട്ട് നിങ്ങൾ ഉപയോഗിച്ചേക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങൾ ക്ഷമാപണം നടത്തി. എന്നെ ചികിത്സിച്ച ഡോക്ടർ അല്ല ഈ വീഡിയോയിൽ മറുപടി പറയുന്നത്. വീഡിയോയിൽ സംസാരിക്കുന്ന കൃഷ്ണകുമാർ മഹാദേവൻ സാർ എന്നെ കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഇല്ല. അദ്ദേഹം ആ പരിസരത്തെങ്ങും ഉണ്ടായിരുന്നില്ല. പറഞ്ഞു കേട്ട കാര്യങ്ങൾ മാത്രം വെച്ചാണ് അദ്ദേഹം ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. RJ അനന്തു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറൗണ്ട് 4 മില്യൺ പ്ലസ് വ്യൂവർഷിപ്പ് കിട്ടിയിരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. KMC ഹോസ്പിറ്റലിനെ കുറിച്ചാണ് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നത്. പകൽക്കൊള്ളയാണ് നടത്തുന്നത്. വരുന്ന രോഗികളെ ആണെങ്കിൽ വെറും കച്ചവട വസ്തുക്കൾ മാത്രം പോലെ എന്ന നിലയിലാണ് അവർ കാണുന്നതൊക്കെ പറഞ്ഞിട്ട് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ തന്നെ പിന്നീട് വന്നിട്ട് എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് സംഭവവികാസങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ഈ RJ അനന്തു എന്ന് പറയുന്നത് മുമ്പ് ഏഷ്യാനെറ്റിലെ ന്യൂസ് പ്രസന്റർ ആയിരുന്ന വ്യക്തിയായിരുന്നു. നിലവിൽ റിപ്പോർട്ടർ ചാനലിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പം കമന്റ് ബോക്സിലൊക്കെ ആൾക്കാർ റിപ്പോർട്ടർ ചാനലിലോട്ട് മാറിയതല്ലേ, അപ്പോൾ പിന്നെ അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ള ആൾക്കാരൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്താണെങ്കിലും ആദ്യം തന്നെ RJ അനന്തു ഇട്ടേക്കുന്ന ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. ഇതൊരു റിക്വസ്റ്റ് ആണ്. എല്ലാവരും ഈ വീഡിയോ മുഴുവനായും കാണണം. കഴിയുമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. ചെങ്ങന്നൂരിലെ KMC ഹോസ്പിറ്റൽ അഥവാ KM ചെറിയാൻ ആശുപത്രി എന്ന കൊള്ള സങ്കേതത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. കഴിഞ്ഞ ദിവസം രാത്രി തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് 2 വീലറിൽ യാത്ര ചെയ്തു വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് സ്കിഡായി. ഞാൻ റോഡിൽ തെറിച്ചു വീണു. ഇടത്തേക്കയുടെ ഈ ഭാഗത്ത് നല്ല വേദനയും നീരും തോന്നി. KMC ഹോസ്പിറ്റലിലാണ് ചികിത്സ തേടി പോയത്. ആദ്യം എക്സ്റേ എടുത്തു, പിന്നെ അവർ CT സ്കാൻ എടുപ്പിച്ചു. കുറച്ച് കഴിഞ്ഞൊരു ഡോക്ടർ വന്നു. ഒരു ആശ്വാസ വാക്ക് പോലും പറയാതെ അയാൾ പറഞ്ഞു തുടങ്ങിയത് തന്നെ ഇങ്ങനെയാണ്: സർജറി വേണം, സീരിയസ് ഇഞ്ചുറിയാണ്, ഇന്ന് അഡ്മിറ്റ് ആവണം, നാളെ രാവിലെ ഓപ്പറേഷൻ, പിന്നീട് 6 ആഴ്ച കയ്യിൽ പ്ലാസ്റ്റർ ഇടണം. ശരിക്കും ഞെട്ടിപ്പോയി. എന്റെ കൂടെ ഉണ്ടായിരുന്നത് അനിയൻ ഫസലാണ്. അവനോട് സർജറി എക്സ്പെൻസിന്റെ കാര്യം സംസാരിക്കാൻ ഡ്യൂട്ടി മാനേജറെ കാണാൻ പറഞ്ഞു. ഒരു മനസാക്ഷിയുമില്ലാതെ 2 ലക്ഷം രൂപയാകും ഓപ്പറേഷൻ എന്ന് അയാളും പറഞ്ഞു. എത്രയും വേഗം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ടു. 5885 രൂപ അവർ ബില്ലടപ്പിച്ചു. പിന്നീട് സീനിയർ ഓർത്തോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരായ ഹരിദാസ് സാറിനെയും നസീർ സാറിനെയും ഞങ്ങൾ പോയി കണ്ടു. ഒപ്പീനിയൻ എടുത്തു. ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട്, 3 ആഴ്ച ബാൻഡേജ് കയ്യിൽ ചുറ്റുക, എല്ലാം ശരിയാകും, വേറെ ഒന്നും പേടിക്കാനില്ല എന്നാണ് അവർ പറഞ്ഞത്. ഈ KMC ഹോസ്പിറ്റലിൽ നിന്ന് സീരിയസ് ഇഞ്ചുറിയാണ്, സർജറി വേണമെന്നൊക്കെ പറഞ്ഞ കാര്യം ഇവരെ അറിയിച്ചപ്പോൾ ഈ 2 ഡോക്ടർമാരെ ഞെട്ടിപ്പോയി. ഏറ്റവും വിഷമിപ്പിച്ചത് 35 വയസ്സ് പോലും പ്രായമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ഡോക്ടറാണ് 2 ലക്ഷം രൂപയുടെ തട്ടിപ്പ് സർജറി നാളെ തന്നെ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞത്. അയാളുടെ പേരറിയാമെങ്കിലും അതിവിടെ പറയാത്തത് ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കൊള്ള നടത്താൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കൂലിക്കാരൻ മാത്രമാണ് അയാളെന്ന് അറിയാവുന്നത് കൊണ്ടാണ്. എത്ര പാവങ്ങൾ ഇവർ ഇതുപോലെ പറ്റിക്കുന്നുണ്ടാവും, എത്ര ശരീരങ്ങൾ ഇതുപോലെ ഒരു കാര്യവുമില്ലാതെ കീറി മുറിക്കുന്നുണ്ടാവും, എത്ര ലക്ഷങ്ങൾ ഇങ്ങനെ കൊള്ള നടത്തുന്നുണ്ടാവും. ചെങ്ങന്നൂരിലെ ഈ KM ചെറിയാൻ ഹോസ്പിറ്റൽ ഒരു ഉദാഹരണം മാത്രമാണ്. കേരളത്തിലെ ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ മനുഷ്യരുടെ നിസ്സഹായാവസ്ഥ ചൂഷണം ചെയ്ത് കോടികൾ ഇങ്ങനെ തട്ടിപ്പറിക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ നമ്മുടെ അവയവങ്ങൾ മോഷ്ടിച്ച് വിൽക്കുന്നുണ്ട്. ഗവൺമെന്റ് ആശുപത്രികളിലെ ചികിത്സാ പിഴവ് ചർച്ച ചെയ്യുന്ന പോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന ചികിത്സാ കൊള്ളയും നമ്മൾ ചർച്ച ചെയ്യണം. എല്ലാവരും പ്രതികരിക്കണം. ഗവൺമെന്റ് ഇടപെടണം. ഈ കൊള്ളക്കാരെ പൂട്ടണം. ആരോഗ്യ മേഖലയിൽ പണിയെടുക്കുന്നവരോട് പറയാനുള്ളത്, എന്തെങ്കിലും പ്രതീക്ഷ ബാക്കിയുണ്ടെങ്കിൽ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്ന മനുഷ്യർക്കിടയിലെ ദൈവങ്ങളെ പോലെയാണ് ഞങ്ങൾ കാണുന്നത്. കയ്യിൽ കിട്ടുന്ന മനുഷ്യരെ കച്ചവടക്കണ്ണോടെ മാത്രം കണ്ട് അവരെ ഓപ്പറേഷൻ ടേബിളിൽ എത്തിച്ച് വെട്ടിക്കീറി പണം ഉണ്ടാക്കുന്ന മനസാക്ഷിയില്ലാത്ത നാണം കെട്ട കാലന്റെ പണി നിങ്ങൾ ചെയ്യരുത്. ഇനി ഒരാളും നിവൃത്തിയുണ്ടെങ്കിൽ ചെങ്ങന്നൂരിലെ KM ചെറിയാൻ ഹോസ്പിറ്റലിൽ പോവരുത്. നിങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന ഈ മെഡിക്കൽ ടേംസ് വെച്ച് മറുപടി പറഞ്ഞാലും നിങ്ങൾ കേസ് കൊടുത്താലും അതെനിക്കൊരു പ്രശ്നമല്ല. ഞാനത് നേരിട്ടോളാം. ഞാൻ പറഞ്ഞത് അത്രയും എന്റെ അനുഭവങ്ങളാണ്, 100% സത്യമാണ്. കൊള്ള നടത്തുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും നിങ്ങളുടെ അനുഭവങ്ങളും കമന്റ് ചെയ്യുക. മനുഷ്യർക്കിടയിൽ ഈ കൊള്ളക്കാരെ പൂട്ടാൻ കഴിയുന്നതുപോലെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ കൊള്ള നടത്തുന്ന ഹോസ്പിറ്റൽസ് കുറേ ഉണ്ട്. ഞാൻ മുമ്പ് ഒരിക്കലും വീഡിയോക്കകത്ത് പറഞ്ഞിരുന്നു, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ബ്രദറിന് ഇത്തരത്തിലൊരു കാലിൻ്റെ തുടയുടെ അവിടെ ആയിട്ടാണെങ്കിൽ ചെറിയൊരു കുരു പോലെ എന്തോ വന്നിട്ട് ഇവൻ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ ആ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അവിടുന്ന് പറഞ്ഞത് ഇത് സർജറി ചെയ്യണം, പെട്ടെന്ന് ചെയ്യണം, 24 മണിക്കൂറിനുള്ളിൽ ചെയ്യണം, അത്രയും സീരിയസ് ആണെന്നൊക്കെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവൻ മറ്റൊരു ഡോക്ടറിനെ കൊണ്ട് പോകുന്നവരിക്ക് കാണിച്ചപ്പോഴത്തേക്കിന് അവിടെ ആ ഡോക്ടർ പറഞ്ഞത് ഇത് ഉറുമ്പ് കടിച്ചതാണെന്ന്. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കിന് ഇവന് നിലവിൽ കുഴപ്പമൊന്നുമില്ല. ഒരു ഉറുമ്പ് കടിച്ച ആ ഒരു ചെറിയൊരു പാടിന് സർജറി എന്ന നിലയിൽ പറഞ്ഞേക്കുന്ന ഒരു പ്രമുഖ ഒരു ഹോസ്പിറ്റലുണ്ട് ഇവിടെ. നിലവിൽ പേരൊന്നും പറയുന്നില്ല. അതിനുശേഷം പ്രശ്നങ്ങളൊക്കെ അവർ കോംപ്രമൈസ് ആക്കിയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് സോൾവ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, വെറും ഉറുമ്പ് കടിച്ചതിന് അവർ പറഞ്ഞൊരു സാധനമാണ് 24 മണിക്കൂറിനുള്ളിൽ സർജറി വേണം. ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. എൻ്റെ പരിചയത്തിലുള്ള ഒരു സംഭവമാണിത്. ഇത്തരത്തിൽ പല കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പറ്റിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ബ്രോ വീഡിയോ ഇട്ടതിന് ശേഷം കമന്റ് ബോക്സിൽ ഒരുപാട് ആൾക്കാർ പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് കമന്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ മറ്റൊന്നായിരുന്നു. ഇപ്പം ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ തന്നെ 2-3 ഡോക്ടേഴ്സ് തന്നെ കമന്റ് ഇടാൻ ഞാൻ 1-2 കമന്റ് വായിക്കാം. I am a consultant orthopedic surgeon. Displaced intra-articular fractures usually give the best results with a minor surgery, especially in young people like you who need good wrist movement. It can be treated with a plaster if you are not willing to undergo surgery. I am not sure about the bill you were told. However, this type fracture cannot be treated with just a bandage like the one you are wearing now.
At the very least, it requires a plaster. I hope you consider changing it to a plaster and take a second opinion. Wishing you good health. അടുത്തൊരാൾ ഇട്ടിട്ടുണ്ട്. ഹായ് ഷിഹാസ്, I am Dr. Kannan Anil, an orthopedic doctor from Trivandrum. From your CT scan and X-rays, it looked like you have a wrist fracture where the bone has broken and the fracture line extends into the joint. In most cases like this, the best treatment is surgery with a plate. There might have been some misunderstandings during the counseling, but the treatment advice given to you is not wrong, especially considering your age and the possible problems that can happen later. As doctors, we always try to suggest what is the best for the patient. Why surgery is usually recommended in your case? Young age, the fracture involves the joint chances displacement. Even though the fracture may look like just a small line or scratch on the X-ray, it can move out of position later. If that happens, it may lead to deformity of the wrist or early arthritis in the future. This advice is not just based on personal opinion but also on medical studies and scientific evidence എന്ന് പറഞ്ഞിട്ട് പല ഡോക്ടർമാരും ഇതിനകത്തൊന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് KMC ഹോസ്പിറ്റലിലെ ഡോക്ടർ കൃഷ്ണകുമാർ മഹാദേവൻ എന്ന് പറയുന്ന ഓർത്തോപീഡിക് സർജൻ ഇതിനെ പറ്റിയിട്ട് വന്ന് സംസാരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം. ഷിഹാസ് എന്ന് പറയുന്ന വ്യക്തി 3/3/2026 ഒരു വാഹന അപകടത്തെ തുടർന്ന് KM ചെറിയാൻ ഹോസ്പിറ്റലിൻ്റെ കാഷ്വാലിറ്റിയിൽ വരികയും അദ്ദേഹത്തിന് എൻ്റെ ജൂനിയർ കോളീഗ് അദ്ദേഹത്തിനെ പോയി കണ്ട് അദ്ദേഹത്തിന് കൈക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു എക്സ്റേ എടുക്കുകയും എക്സ്റേയിൽ അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് ആ ഫ്രാക്ചർ എന്താണെന്ന് മനസ്സിലായതിനെ തുടർന്ന് ഈ രോഗിയോട് ഈ ഫ്രാക്ചറിൻ്റെ സവിശേഷത പറഞ്ഞ് മനസ്സിലാക്കുകയും ഇതിന് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു CT സ്കാൻ എടുക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പോൾ ഈ CT സ്കാൻ എടുക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം വില്ലിംഗ് ആയിരുന്നു, ഈ പേഷ്യൻ്റ് വില്ലിംഗ് ആയിരുന്നു. അതിനുശേഷം CT സ്കാൻ എടുത്തു. CT സ്കാനിനകത്തെ ഈ ഫ്രാക്ചറിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഫ്രാക്ചർ എന്താണ്, ഫ്രാക്ചർ എന്തൊക്കെയാണ്, ഫ്രാക്ചർ കയ്യിൽ സംഭവിച്ചിരിക്കുന്നത്, അതിൽ എത്രത്തോളം ആ ഫ്രാക്ചർ ഡിസ്പ്ലേസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പം ഇദ്ദേഹം ചെറുപ്പമാണ്, 30 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പ്ലാസ്റ്റർ ഇട്ടാൽ വരാവുന്ന ഭവിഷ്യത്തുകൾ, ഇത് സർജറി ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എല്ലാത്തിനും അദ്ദേഹത്തിന് വളരെ വിശദമായിട്ട് ഇദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇദ്ദേഹത്തിന് ഇതിൻ്റെ സർജറിയുടെ എക്സ്പെൻസ് എത്രയാണെന്ന് ചോദിച്ചു. അതിന് കോസ്റ്റ് കൗൺസിലിങ്ങിന് അദ്ദേഹത്തിന് വിടുക. തുടർന്ന് അദ്ദേഹം വളരെ തിരിച്ചു വന്നിട്ട് വളരെ നമ്മളോട് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യാണ്, ഞാൻ ഇവിടുന്ന് റിസൈൻ ചെയ്യാണ്, വെള്ളിയാഴ്ച തൊട്ട് ഞാൻ വേറെ ഒരു മീഡിയയിലോട്ട് മാറുകയാണ്, എനിക്ക് പ്ലാസ്റ്റർ ഒന്നും ഇടാൻ പറ്റില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് പുള്ളി എക്സ്റേയും ബാക്കിയുള്ളതും കളക്ട് ചെയ്തിട്ട് ഇവിടുന്ന് പോവുകയാണ് ചെയ്തത്. അതിന് ഇവിടുന്ന് പോകുന്നിടം വരെ അദ്ദേഹം ഒരു പരാതി പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിനുശേഷമാണ് നമ്മൾ ഈ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടത്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പുള്ളി RJ അനന്തു ഇത്തരത്തിൽ മറ്റൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ, 2 ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാൻ പോയല്ലോ. അവിടെ പോയ ടൈമിൽ ഇത് സർജറി ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ഇത്ര ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിന് പെട്ടെന്ന് പുള്ളിയും ചിന്തിച്ചിട്ടുണ്ടാക്കി, അയ്യോ എൻ്റെ അടുത്ത് സർജറി അവിടെ 2 ലക്ഷം രൂപ അത്ര ഇതൊക്കെ ഇവർ പറഞ്ഞില്ല, അപ്പോൾ ഇത്ര ഉള്ള പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. കാര്യം നമ്മൾ സാധാരണക്കാരാണ്, നമ്മൾ ഈ മെഡിക്കൽ ഇതൊന്നും പഠിച്ചിട്ടില്ലാതെ നമുക്ക് ഇതിനെപ്പറ്റി വലിയ അറിവുണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് മാത്രമേ നമുക്ക് അറിവുണ്ടായിരിക്കുള്ളൂ. അങ്ങനെയെങ്കിൽ ആ പുള്ളീനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടായിരിക്കുന്ന ആ 2 ഡോക്ടേഴ്സ് അവരാരാണ്? അപ്പം അവർ പറയുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാകുന്നത്. സത്യത്തിൽ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ള സംശയങ്ങളൊക്കെ തന്നെ നമ്മുടെ മുന്നിൽ ഈ കാര്യം ഡോക്ടേഴ്സ്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടിൽ എല്ലാ ഫീൽഡിലും ഈഗോ എന്ന് പറയുന്ന സാധനം ഇല്ലാത്തൊരു നാടൊന്നുമല്ലല്ലോ നമ്മുടേത്. അപ്പം ഈ പറയുന്ന മെഡിക്കൽ ഫീൽഡിൽ ഇത്തരത്തിലുള്ള ഈഗോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവിടെ അത്രയും ചെയ്തു, ഇവിടെ ഇത്രയും ചെയ്തു, അങ്ങനെയുള്ള രീതിയിലുള്ള പല സംഭവങ്ങളും ഡോക്ടർമാർക്കിടയിലും ഉണ്ടാവും. എന്താണെങ്കിലും ആ പിന്നീട് കാണാൻ പോയിക്കുന്ന 2 ഡോക്ടർമാർ എന്തെങ്കിലും ഇച്ചിരി മൂപ്പിച്ച് വിട്ടോ എന്നുള്ളത് അറിയത്തില്ല. എന്താണെങ്കിലും അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് തന്നെ ആ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കിന് അതിന് പല ആൾക്കാരും വിശ്വസിച്ചു ശരിയാണ്, പുള്ളി പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ വിചാരിച്ച് തന്നെയാണ് കമൻറ്റ് ഇട്ടേക്കുന്നത്. അപ്പം അങ്ങനെയുള്ളപ്പം ഇങ്ങനത്തെ ഒരു സംഭവങ്ങളെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സംഭവങ്ങളെ പറ്റിയിട്ട് ഒരു മെഡിക്കൽ പരമായിട്ട് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മളും കൂടി ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊരു സ്റ്റഡി നടത്തിയാൽ മാത്രമേ എന്ത് ശരി എന്ത് തെറ്റെന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്ന് വെച്ചാൽ, തൊട്ടിപ്പുറത്ത് 2 ഡോക്ടർമാരെ വേറെ കാണാൻ പോയപ്പോൾ അവർ പറഞ്ഞതൊന്ന്, ഇവിടെ കാണാൻ പോയപ്പോൾ ഇവർ പറഞ്ഞതൊന്ന്. അപ്പം ആകെ നമ്മൾ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയി പോകുന്ന അവസ്ഥയാണ്. എന്താണെങ്കിലും ഒരു 4 മിനിറ്റുള്ളൊരു ക്ലിപ്പും കൂടെ ഉണ്ട് ഈ ഡോക്ടർ പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഇതിനകത്തിലെ സംഭവം എന്നുള്ളത് അതുകൂടെ ഞാൻ ഇവിടുന്ന് പ്ലേ ചെയ്യാം. അദ്ദേഹത്തിൻ്റെ ആ റീലിൽ അദ്ദേഹം കാണിക്കുന്നിടത്ത് ഒരു മിന്നായം പോലെ മിന്നി മറിയുന്ന ആ എക്സ്റേ തന്നെ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഈ അസുരോഗത്തെക്കുറിച്ച് വിവരമുള്ള ആൾ പോലും വേണ്ട, ഒരു സാധാരണ മനുഷ്യൻ തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത് നോർമൽ അല്ല, അതിനകത്തൊരു പൊട്ടലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവും. ഫിലിം അദ്ദേഹം കാണിക്കുന്നില്ല, ഒരു CD കാണിക്കുന്നത്. CD കാണിച്ചുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണമില്ലെന്നുള്ള കാര്യം നമുക്കറിയാം. പിന്നെ അതിനുശേഷം അദ്ദേഹം കാണിക്കുന്ന റിപ്പോർട്ടിനകത്ത് വളരെ വ്യക്തമായിട്ട് ഒരു ക്വാളിഫൈഡ് റേഡിയോളജിസ്റ്റ് എഴുതിയിട്ടുണ്ട്, ഇറ്റ്സ് എ ഡിസ്പ്ലേസ്ഡ് ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചർ ഓഫ് ഡിസ്റ്റൽ എൻഡ് ഓഫ് റേഡിയസ്. പറയുകയാണെന്നുണ്ടെങ്കിൽ അകന്നിരിക്കുന്ന നമ്മുടെ കൈക്കുഴ, റിസ്റ്റ് ജോയിൻറ്റിൻ്റെ കുഴയിലുള്ള റേഡിയസ് എന്ന് പറയുന്ന അസ്ഥിയിൽ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രാക്ചർ ഉണ്ടെന്ന്. 30 വയസ്സുള്ള ഒരു വ്യക്തിക്ക് ഒരു ഡിസ്പ്ലേസ്ഡ് ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചറിന് ഇപ്പോഴത്തെ നിലവിലത്തെ ഓർത്തോപെഡിക് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ അനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് സർജറിയാണ്. അപ്പോൾ ഇദ്ദേഹം അതിനുശേഷം നാട്ടിലോട്ട് പോവുകയും അവിടെ ഏതോ ഒരു ഡോക്ടറെ ഇതെല്ലാം കാണിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് കണ്ട് ഇത് സർജറി വേണമെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ആ ഡോക്ടർ ഞെട്ടി തെറിച്ചു പോയി എന്നാണ് പറയുന്നത്. വേറെ ഒരു ഡോക്ടറെ കാണിച്ചു, ആ ഡോക്ടർ ഞെട്ടി എന്നാണ് പറയുന്നത്. ഈ 2 ഡോക്ടർമാർ ഞെട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു പ്ലാസ്റ്റർ പോലും ആവശ്യമില്ല, ഇതിലൊരു സ്ക്രാച്ച് ഉള്ളതെന്ന് പറഞ്ഞു. സ്ക്രാച്ച് എന്നുള്ള
വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയാം. ഓർത്തോപെഡിക്സിൽ അങ്ങനെ ഒരു ടെർമിനോളജി ഇല്ല. അത് പറഞ്ഞ ഡോക്ടർ ആയിരിക്കത്തില്ല, ഇദ്ദേഹത്തിന് തോന്നിയ ഒരു ഐഡിയ ആയിരിക്കും ഈ സ്ക്രാച്ച് എന്നുള്ള വാക്ക്. ഈ സ്ക്രാച്ച് എന്നുള്ള വാക്കിനെ നമ്മളൊരു അൺഡിസ്പ്ലേസ്ഡ് ഹെയർലൈൻ ഫ്രാക്ചർ എന്നുള്ള രീതിയിൽ എടുത്താൽ പോലും അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ സ്ക്രാച്ചിന് എനിക്ക് കൊടുക്കാൻ തോന്നിയ ഒരു നിർവചനം അങ്ങനെയാണ്, ഒരു അൺഡിസ്പ്ലേസ്ഡ് ഹെയർലൈൻ ഫ്രാക്ചർ. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അൺഡിസ്പ്ലേസ്ഡ് ഹെയർലൈൻ ഫ്രാക്ചർ ആണെങ്കിൽ പോലും ഒരു പ്ലാസ്റ്റർ ആവശ്യമാണ്. ഇദ്ദേഹത്തിന് റീൽ ചെയ്തേക്കുന്ന വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ കണ്ടാലറിയാം, അദ്ദേഹം കയ്യിലൊരു ബാൻഡേജ് മാത്രം ചുറ്റിയിട്ട് പറഞ്ഞു 3 ആഴ്ച കഴിയുമ്പോൾ ഇതെല്ലാം ശരിയാവും എന്ന് പറഞ്ഞു ഡോക്ടർ 3 ടാബ്ലറ്റ് എഴുതി കൊടുത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അദ്ദേഹം ഈ എക്സ്റേ വേറെ ഒരു ഡോക്ടറെ കാണിച്ച് പുള്ളി ഞെട്ടിയെന്നാണ് പറയുന്നത്. ഞെട്ടിയിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യം പറഞ്ഞിട്ടില്ല, പുള്ളി ഞെട്ടി എന്നുള്ള കാര്യം ഉറപ്പാണെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ റീല് കണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റീല് കണ്ട് ഞെട്ടി പ്രതികരിച്ച ജനങ്ങളോടും അദ്ദേഹത്തിൻ്റെ എക്സ്റേ കണ്ട് ഞെട്ടിയ ഡോക്ടർമാരോടും പിന്നെ പൊതുവായിട്ടുള്ളൊരു വിവരത്തിനും വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജോയിൻറ്റിനുള്ളിലോട്ട് പൊട്ടലിൻ്റെ വര, അല്ലെങ്കിൽ പൊട്ടൽ നിങ്ങളുടെ ജോയിൻറ്റിനുള്ളിലോട്ട് നീങ്ങി അത് ജോയിൻറ്റിനുള്ളിലൂടെയാണ് ആ പൊട്ടലിൻ്റെ വര കടന്നു പോകുന്നതെങ്കിലാണ് അതിനെ നമ്മൾ ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചേഴ്സ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ എക്സ്റേയിലും CT-യിലുമുള്ള ഫൈൻഡിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചർ എന്ന് പറയും. അതായത് പൊട്ടൽ ജോയിൻറ്റിനകത്തോട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ആ പൊട്ടലിൻ്റെ വര ജോയിൻറ്റിനുള്ളിലേക്കാണ് പോകുന്നത്. ആ പൊട്ടിയ ഒരു ഭാഗം നമുക്ക് കൈക്കൊടിയിൽ 2 ജോയിൻ്റ് ഉണ്ട്. അതിനെ നമ്മൾ റേഡിയോ കാർപ്പൽ ജോയിൻ്റ് എന്ന് പറയുന്നത് റേഡിയസും നമ്മുടെ കയ്യിലെ ചെറിയ അസ്ഥികളും കൂടെയുള്ള ജോയിൻറ്റ്, രണ്ടാമത്തേത് റേഡിയസും അൾനയും തമ്മിലുള്ള ജോയിൻറ്റ്. ഈ 2 ജോയിൻറ്റിലും ഇൻവോൾവ് ആണ്. ഒരു പീസ് അതിൽ നിന്ന് നടന്ന് മാറിയാണ് ഇരിക്കുന്നത്. അപ്പം ലോകത്തെല്ലായിടത്തും ഇതിനൊരു ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ, റിജിഡ് ഇൻറ്റേർണൽ ഫിക്സേഷൻ, അനാറ്റമിക്കൽ റിഡക്ഷൻ ആൻഡ് റിജിഡ് ഇൻറ്റേർണൽ ഫിക്സേഷൻ. അതാണ് ഒരു 30 വയസ്സുള്ള ഒരു വ്യക്തിയുടെ ജോയിൻറ്റിനകത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ഫ്രാക്ചറിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഇതല്ലാതെ ഇതിന് വേറെ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല. അപ്പോൾ ഇത് കണ്ട അദ്ദേഹം ഒരു ഡോക്ടർ, അദ്ദേഹത്തിന് ഞെട്ടിയെന്ന് പറയുന്ന ഡോക്ടർ, അദ്ദേഹം എന്തുകൊണ്ടാണ് ഞെട്ടിയത് എന്ന് എനിക്ക് ഇതിനകത്തൊന്നും ഒട്ടും മനസ്സിലാവുന്നില്ല. കാരണം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എൻ്റെ ജൂനിയർ കൊളീഗ് പറഞ്ഞ റിജിഡ് ഇൻറ്റേർണൽ ഫിക്സേഷൻ ആഫ്റ്റർ അച്ചീവിങ് ആൻ അനാറ്റമിക്കൽ റിഡക്ഷൻ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം എന്തായാലും ഒരു ഡോക്ടറെ കണ്ടു. ആ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിർദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പ്ലാസ്റ്റർ പോലും ആവശ്യമില്ല, വേണമെങ്കിൽ ഒരു ബാൻഡേജ് ചുറ്റിക്കും. 3 ആഴ്ച കൃത്യം 3 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഷിഹാസിൻ്റെ കൈ പഴയതിനേക്കാളും ബെറ്റർ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് ലോകത്തെങ്ങുമില്ല. ഈ ഒരു ചെറിയ ക്രാക്ക്, അദ്ദേഹം പറയുന്ന സ്ക്രാച്ച് എന്ന് പറയുന്ന ഒരു അൺഡിസ്പ്ലേസ്ഡ് ഹെയർലൈൻ ക്രാക്ക് ആണെങ്കിൽ പോലും പ്ലാസ്റ്റർ തന്നെയാണ് ട്രീറ്റ്മെൻറ്റ്. അല്ലാതെ ബാൻഡേജ് എന്ന് പറയുന്ന ഒരു സാധനം ചുറ്റി ഫ്രാക്ചർ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആൾമോസ്റ്റ് ഇമ്പോസിബിളാണ്. പിന്നെ ഈ കേട്ടോണ്ട് ഷിഹാസ് ഇത് കേൾക്കുകയാണെങ്കിൽ ഷിഹാസിനും പിന്നെ ബാക്കിയുള്ള പൊതുജനങ്ങളുടെയും ഒരു അറിവിലേക്ക് വേണ്ടി പറയാം. ഇത്തരം ഇൻട്രാർട്ടിക്കുലർ ഫ്രാക്ചേഴ്സിനെ നിങ്ങൾ ഇതേപോലെ ലോകത്തെങ്ങും ഇല്ലാത്തുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക് പോയാൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരിക്കലും ഒരു സ്റ്റേബിൾ ഫ്രാക്ചർ അല്ല. ആ പീസ് ഒരിക്കലും അവിടെ ഇരിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു ഉറപ്പില്ല. ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷനോ ശരിയല്ല. ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷൻ, ആ പൊസിഷൻ അത് മാറി അത് ആ ജോയിൻറ്റിൽ നിന്ന് പുറത്തിറങ്ങിയാണ് നിൽക്കുന്നത്. അതിൻ്റെ കൂടെ ലൂണേറ്റ് എന്ന് പറയുന്ന ബോണും പകുതി പുറത്തിറങ്ങി വന്നിട്ടുണ്ട്. ആ പൊസിഷൻ അക്സെപ്റ്റബിൾ അല്ല. ഇനിയിപ്പോൾ അഥവാ നമ്മൾ കൈകൊണ്ടോ വല്ലതും വലിച്ചോ മാനിപ്പുലേറ്റ് ചെയ്തോ ഏതെങ്കിലും ഒരു പൊസിഷനിലോട്ട് നമ്മളതിനെ പിടിച്ചിടുകയാണെങ്കിൽ പോലും അത് അവിടെ നിൽക്കുമെന്നുള്ളതിന് യാതൊരുവിധ ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം, അത് ഇളകി പോരാതിരിക്കാനായിട്ട് അതിനെ ഒരു ടൈറ്റാനിയം പ്ലേറ്റ് വെച്ചിട്ട് അവിടെ ഫിക്സ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. ഫിക്സ് ചെയ്ത് വെച്ചാലുള്ള ഗുണം എന്താണ്, നിങ്ങൾക്ക് അത് ഊരിപ്പോരത്തില്ല 100% ഉറപ്പുണ്ട്. അതിനെ 100% അതിൻ്റെ അനാറ്റമിക്കൽ പൊസിഷൻ അത് എങ്ങനെയാണോ ഇരുന്നിട്ട് ആ പൊസിഷനിലോട്ട് തിരിച്ച് വെച്ചു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പുണ്ട്. പിന്നെ ഇനിയുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, നിങ്ങൾക്ക് പ്ലാസ്റ്ററിൻ്റെ ആവശ്യമില്ല. പ്ലാസ്റ്റർ നീര് കുറയുന്നിടം വരെയോ അല്ലെന്നുണ്ടെങ്കിൽ വേദന മാറുന്നിടം വരെയോ പ്ലാസ്റ്ററിൻ്റെ ആവശ്യമുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് കൈ അനക്കാം. കൈ അനക്കുന്നതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് ഗുണം, നിങ്ങൾക്ക് മസിൽ ലോസ് വരികയില്ല, നിങ്ങൾക്ക് സ്റ്റിഫ്നെസ് വരത്തില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് ജോലിക്ക് പോകാം. അതുകൊണ്ടാണ് ഇത്തരം ഫ്രാക്ചേഴ്സിന് സർജിക്കൽ കറക്ഷനാണ് ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് ഡോക്ടർ എൻ്റെ ജൂനിയർ കൊളീഗ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഈ റീലിട്ട ഡീറ്റെയിൽഡ് ആയിട്ട് ഡോക്ടർ ഇവിടെ ഈ കാര്യത്തെ പറ്റിയിട്ട് സംസാരിച്ചെങ്കിൽ പോലും ഈ ഡോക്ടറിനെ അല്ല RJ അനന്തു കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. റീസെൻ്റ് ആയിട്ട് മറ്റൊരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ ഡോക്ടറിനെ അല്ല ഞാൻ കൺസൾട്ട് ചെയ്തത് എന്നുള്ളത് പറഞ്ഞിട്ട്. ഈ ഡോക്ടറിനെ ആണെങ്കിലും അല്ലെങ്കിലും ഒരുപാട് ഡോക്ടേഴ്സ് ആണെങ്കിലും ഇത്തരത്തിൽ കമന്റ് ബോക്സിൽ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെയല്ല ഇതിങ്ങനെയാണ് കാര്യം എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ ഡോക്ടർ തന്നെ കൺസൾട്ട് ചെയ്താൽ മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് നിർബന്ധമൊന്നുമില്ല. എന്താണെങ്കിലും ഇതിനുശേഷം മറ്റൊരു വെല്ലുവിളി കൂടി ഈ ഡോക്ടർ നടത്തിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഷിഹാസിനെ ഞാൻ ഓപ്പണായിട്ട് ചലഞ്ച് ചെയ്യാണ്. നിങ്ങൾ പറഞ്ഞ 3 കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിക്കും. അതിൽ ഒന്നാമത്തെ കാര്യം, ഇത് ഒരു സ്ക്രാച്ച്. അപ്പം ആ സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ അസ്യൂം ചെയ്യുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച സ്ക്രാച്ച് എന്ന് പറയുന്നത് ഒരു അൺഡിസ്പ്ലേസ്ഡ് ഒരു കോർട്ടിക്കൽ ക്രാക്ക് അഥവാ ഒരു ഹെയർലൈൻ ഫ്രാക്ചർ ആണെന്നാണ്. അപ്പോൾ ആ ഒരു അൺഡിസ്പ്ലേസ്ഡ് കോർട്ടിക്കൽ ക്രാക്ക് അല്ലെങ്കിൽ ഒരു അൺഡിസ്പ്ലേസ്ഡ് ഹെയർലൈൻ ഫ്രാക്ചർ മാത്രമേ ഉള്ളായിരുന്നു ഇതിൽ, അല്ല ഇതിൽ ഒരു ഡിസ്പ്ലേസ്ഡ് ഇൻട്രാ ആർട്ടിക്കുലർ ഫ്രാക്ചർ ഇല്ലായിരുന്നു എന്ന് നിങ്ങൾ തെളിയിക്കണം. രണ്ടാമത്തെ നിങ്ങളുടെ അലിഗേഷൻ, ഇത്തരം കണ്ടീഷനുകളിൽ അതേപോലത്തെ ഇത്തരം ഫ്രാക്ചറുകളിൽ CT സ്കാൻ ഒരു അനാവശ്യ ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങളെ കൊണ്ട് CT എടുപ്പിച്ച് 5000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് ബില്ലായി എന്ന് പറയും. അപ്പോൾ ഇത്തരം കണ്ടീഷനിൽ CT സ്കാൻ ഒരു എസെൻഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഈ CT സ്കാനിലൂടെ മാത്രമേ ഈ ഫ്രാഗ്മെൻറ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റോ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റോ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറയുന്നു. ഇത് അല്ല എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം. 3, ഇത്തരം ഫ്രാക്ചറുകളിൽ സർജറിയാണ് ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് ഞാൻ പറയുന്നു. The best treatment for a 30-year-old man with a displaced intra-articular fracture, the best treatment is anatomical reduction and rigid internal fixation to facilitate early movement to avoid stiffness. ആണെന്ന് ഞാൻ പറയുന്നു. ഇതല്ല എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം.
നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഓപ്പണായിട്ട് ചലഞ്ച് ചെയ്യാണ്. ഈ 3 കാര്യങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പ്രൂവ് ചെയ്താൽ മതി. ഒരെണ്ണം പ്രൂവ് ചെയ്താൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ഞാൻ സമ്മാനമായിട്ട് തന്നിരിക്കും. ഇതിൻ്റെ ഒരു ഓപ്പൺ ചലഞ്ചാണ്. ഷിഹാസിന് മാത്രമല്ല, ഷിഹാസിൻ്റെ നോട് അനുദവിച്ച് കമൻറ്റ് ഇട്ട് ആർക്ക് വേണമെങ്കിലും ചലഞ്ച് ഏറ്റെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങളിൽ ഒന്നും പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് ഞാൻ 4 ദിവസത്തെ സമയം തരാം. ഇതിലേതെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടേക്കുന്ന പോസ്റ്റ് പിൻവലിച്ച് പരസ്യമായിട്ട് നിങ്ങൾ ഉപയോഗിച്ചേക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങൾ ക്ഷമാപണം നടത്തണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ മാനനഷ്ടത്തിന് നിയമ നടപടികൾ സ്വീകരിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കും. എന്താണെങ്കിൽ ഇതിനൊരു റിപ്ലൈ വീഡിയോ കൂടി RJ അനന്തു ഇട്ടിട്ടുണ്ടായിരുന്നു. ചെങ്ങന്നൂരിലെ KM ചെറിയാൻ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കുണ്ടായ വളരെ മോശം അനുഭവം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ സത്യസന്ധമായി ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് KMC ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്നുള്ള മറുപടി വീഡിയോയും എന്നോടുള്ള അവരുടെ വെല്ലുവിളിയും കേട്ടു. എല്ലാ വെല്ലുവിളികൾക്കുമുള്ള ഉത്തരവും KM ചെറിയാൻ ആശുപത്രിയോടുള്ള എന്റെ ചില ചോദ്യങ്ങളും കുറച്ച് പാവങ്ങളുടെ വേദനയുമാണ് ഈ വീഡിയോയിലുള്ളത്. എല്ലാവരും മുഴുവനായും ഈ വീഡിയോ കാണണം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എനിക്ക് സജസ്റ്റ് ചെയ്ത സർജറിക്ക് 2 ലക്ഷം രൂപ ചിലവാകുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഈ സർജറിയുടെ ചിലവിനെ കുറിച്ചോ 2 ലക്ഷം രൂപ എന്ന വലിയ തുകയെക്കുറിച്ചോ നിങ്ങളുടെ വീഡിയോയിൽ ഒരു വാക്ക് പോലും പറയാത്തത് എന്തുകൊണ്ടാണ്? ഇന്ന് തന്നെ അഡ്മിറ്റായി നാളെ രാവിലെ സർജറി ചെയ്യാമെന്നും ഓപ്പറേഷൻ അല്ലാതെ മറ്റൊരു ഓപ്ഷനേ ഇല്ല എന്നുമാണ് എന്നെ ചികിത്സിച്ച KMC ഹോസ്പിറ്റലിലെ ഡോക്ടർ എന്നോട് പറഞ്ഞത്. ഇത്ര വേഗം ഓപ്പറേഷൻ തിയേറ്റർ ടേബിളിൽ എത്തിക്കാൻ മാത്രം എന്ത് എമർജൻസി കണ്ടീഷൻ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്? നിങ്ങൾ എന്തിനാണ് അത്രയ്ക്ക് ധൃതി കാണിച്ചത്? ഡോക്ടർ എന്നോട് സംസാരിച്ച ആദ്യ വാചകം തന്നെ സർജറി വേണമെന്നാണ്. എന്റെ ആരോഗ്യസ്ഥിതിയോ ഒരു ആശ്വാസ വാക്കോ പറയാതെ എത്രയും വേഗം ഡ്യൂട്ടി മാനേജറോട് സർജറി കോസ്റ്റ് ചോദിച്ചു വരൂ എന്ന് തിടുക്കം കാട്ടിയത് എന്തിനാണ്? നിങ്ങളുടെ മുന്നിലെത്തിയ ഒരു പേഷ്യന്റിനോട് ഒരു ഡോക്ടർ കാണിക്കേണ്ട മനസാക്ഷിയുടെ ഒരു അംശം കാണിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ 13 മിനിറ്റ് എടുത്ത് എന്റെ രോഗാവസ്ഥയും ഈ സർജറിയുടെ ഇമ്പോർട്ടൻസും വിശദമാക്കാൻ കാണിച്ച വലിയ മനസ്സ് നേരത്തെ കാണിക്കാതിരുന്നതും ഒരു രോഗിയോട് ഡോക്ടർ ചെയ്യേണ്ട കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താതിരുന്നതും എന്തുകൊണ്ടാണ്? നിങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് സർജറിക്ക് ശേഷം പ്ലാസ്റ്റർ ഇടേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ്. എന്നാൽ എന്നോട് ഡോക്ടർ പറഞ്ഞത് സർജറിക്ക് ശേഷവും 6 ആഴ്ച ഉറപ്പായും പ്ലാസ്റ്റർ ഇടണമെന്നാണ്. പിന്നെ നിങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഡ്യൂട്ടി മാനേജറോട് ഓപ്പറേഷന്റെ ചിലവിനെ കുറിച്ച് സംസാരിക്കാൻ പോയത് ഞാനല്ല, എന്റെ കൂടെ ഉണ്ടായിരുന്ന ബൈസ്റ്റാൻഡർ ആണ്. ഇത്തരം തെറ്റുകൾ വീഡിയോയിൽ വരാൻ ഒരു കാരണമുണ്ട്. എന്നെ ചികിത്സിച്ച ഡോക്ടർ അല്ല ഈ വീഡിയോയിൽ മറുപടി പറയുന്നത്. വീഡിയോയിൽ സംസാരിക്കുന്ന കൃഷ്ണകുമാർ മഹാദേവൻ സാർ എന്നെ കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഇല്ല. അദ്ദേഹം ആ പരിസരത്തെങ്ങും ഉണ്ടായിരുന്നില്ല. പറഞ്ഞു കേട്ട കാര്യങ്ങൾ മാത്രം വെച്ചാണ് അദ്ദേഹം ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. KM ചെറിയാൻ ഹോസ്പിറ്റലിന്റെ മുക്കിനും മൂലയ്ക്കും ഓഡിയോ റെക്കോർഡിംഗുള്ള CCTV ക്യാമറകൾ ഉറപ്പായിട്ടും ഉണ്ടാവും. എന്നെ ചികിത്സിച്ച ഭാഗത്തെയും ഡോക്ടറും ഡ്യൂട്ടി മാനേജറും ഞങ്ങളോട് സംസാരിച്ച സ്ഥലത്തെയും വീഡിയോ, ഓഡിയോ, CCTV റെക്കോർഡുകൾ നിങ്ങൾ പുറത്തുവിടണം. നിങ്ങളുടെ കയ്യിൽ തന്നെയുള്ള ഈ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ട് മുകളിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും കള്ളമാണെന്ന് തെളിയിക്കാൻ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇനി എനിക്ക് വന്ന കുറേയേറെ മെസ്സേജുകളിൽ കുറച്ചെണ്ണം ഞാൻ നിങ്ങളെ കാണിക്കാം. അതിൽ നിങ്ങളുടെ സ്വന്തം സ്റ്റാഫിന്റെ മെസ്സേജ് ഉണ്ട്, നിങ്ങളുടെ നാട്ടുകാരുടെ മെസ്സേജ് ഉണ്ട്, നിങ്ങളെ വിശ്വസിച്ച് KM ചെറിയാൻ ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയ കുറെ പാവങ്ങളുടെ മെസ്സേജ് ഉണ്ട്. ഇനി ഞാൻ ആദ്യം ഇട്ട വീഡിയോയുടെ കമന്റ് ബോക്സ് നോക്കിയാൽ ദുരിതം അനുഭവിക്കുന്ന 100 കണക്കിന് പേരുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് അവിടെയും കാണാം. എനിക്ക് മറുപടി പറയാൻ കാണിച്ച ഈ ആർജവത്തിന്റെ 100ൽ ഒരു അംശം വെച്ച് അടുത്ത വീഡിയോയിൽ ഈ പാവങ്ങൾക്ക് കൂടി നിങ്ങൾ മറുപടി കൊടുക്കണം. അവരുടെ വേദന നിങ്ങൾ കേൾക്കണം. ആത്മാർത്ഥമായി നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അവരുടെ പേര് വിവരങ്ങൾ തരാൻ ഞാൻ തയ്യാറാണ്. ഇനി എന്നോട് നിങ്ങൾ ചോദിച്ച 3 വെല്ലുവിളി ചോദ്യങ്ങൾക്കുള്ള എന്റെ മറുപടി ഇതാണ്. CT സ്കാനും എക്സ്റേയും വെച്ച് മറുപടി പറയാൻ ഞാനൊരു ഡോക്ടറോ ആരോഗ്യ വിദഗ്ധനോ അല്ല, ഒരു സാധാരണക്കാരനാണ്. ആ സേവനം തേടാനാണ് ഞങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് വരുന്നത്. എന്നാൽ ഇതൊന്നും ചികിത്സ തേടിയ സമയത്ത് എന്നെ ബോധ്യപ്പെടുത്തി തരേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ ഡോക്ടർ ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് തെറ്റിദ്ധാരണയുണ്ടായത്, പ്രതികരിക്കേണ്ടി വന്നത്. KMC ഹോസ്പിറ്റലിനെ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. പക്ഷേ കേരളത്തിലെ കുറേയേറെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പാവങ്ങളോട് ലക്ഷങ്ങൾ പിഴിഞ്ഞുള്ള ചികിത്സാക്കുള്ള നടക്കുന്നുണ്ട്. അത് സത്യമാണ്. രോഗികളെ കച്ചവട കണ്ണോടെ കാണുന്ന ആശുപത്രികളും ഡോക്ടർമാരും നമ്മുടെ നാട്ടിലുണ്ട്. എന്റെ ആദ്യ വീഡിയോയുടെ കമന്റ് ബോക്സ് നോക്കിയാൽ ആർക്കും അത് ബോധ്യപ്പെടും. റീച്ചിനും ലൈക്കിനും വേണ്ടി വായിൽ തോന്നുന്ന എന്തും വിളിച്ചു പറയുന്ന ഒരാളല്ല ഞാനെന്ന് എന്റെ പ്രൊഫൈൽ ആദ്യ അവസാനം ഓടിച്ചു നോക്കിയാൽ ആർക്കും മനസ്സിലാവും. ഒരു ഡോക്ടർക്കും രോഗിക്കും ഇടയിൽ നടക്കേണ്ട ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ പോലും നടക്കാതെ പണത്തിന്റെ കണക്ക് പറഞ്ഞുള്ള ലേലം വിളിയാണ് KMC ഹോസ്പിറ്റലിൽ നടന്നതെന്ന് ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കണം. ഒരു വാക്ക് പോലും ഞാൻ നുണ പറഞ്ഞിട്ടില്ല. എന്റെ പരിക്കിന്റെ സ്വഭാവം, തേടേണ്ട ചികിത്സയും ഇപ്പോൾ എനിക്ക് മനസ്സിലായി. മനുഷ്യർക്കിടയിലെ ദൈവങ്ങളെ പോലെ ഞങ്ങൾ എന്നും എപ്പോഴും കാണുന്ന നമ്മുടെ നാട്ടിലെ നല്ലവരായ ബഹുഭൂരിപക്ഷം ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഓർത്തോപീഡിക്സ് കമ്മ്യൂണിറ്റിക്ക് പ്രത്യേകിച്ചും പൊതുജനങ്ങൾക്കും എന്റെ ഒരു വാക്കെങ്കിലും വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ കാരണം തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആത്മാർത്ഥമായി ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. KMC ഹോസ്പിറ്റലിൽ എന്നെ ചികിത്സിച്ച ഡോക്ടറും ഇത്തരത്തിൽ തെറ്റ് മനസ്സിലാക്കും, തിരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. KM ചെറിയാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി മുതിർന്ന 2 ഡോക്ടർമാരോട് ഒപ്പീനിയൻ എടുത്തിട്ടാണ് ഞാൻ ബാൻഡേജ് കയ്യിൽ ധരിച്ചിരുന്നത്. അവർ ഓപ്പറേഷൻ വേണ്ട എന്ന് എന്നോട് പറഞ്ഞു, അതും സത്യമാണ്. പക്ഷേ എന്റെ വീഡിയോ കണ്ടതിന് ശേഷം സർജറി അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഇടുക എന്നൊരു ഓപ്ഷൻ എടുക്കണമെന്ന് നല്ലവരായ സ്നേഹമുള്ള കുറേയേറെ ഡോക്ടർ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു. ഞാനിപ്പോൾ എന്റെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം. ഗവൺമെന്റ് ആശുപത്രികളിലെ ചികിത്സാ പിഴവുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന പോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെ ചികിത്സാ കൊള്ളയെക്കുറിച്ചും നമ്മൾ സംസാരിക്കണം. ഗവൺമെന്റ് നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടണം. ഇങ്ങനെ ചെയ്യുന്ന എല്ലാ കൊള്ളക്കാരെയും കൂട്ടണം. എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ മൊത്തത്തിൽ RJ അനന്തുവിനെതിരെ ഈ പറയുന്ന കേസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുമ്പോഴത്തേക്കിന് ഓഫ്കോഴ്സ് ഈ പറഞ്ഞ ഡോക്ടർമാർ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുത്തല്ലോ, ഇത് ഇങ്ങനെയാണെന്നുള്ളത്. അവർക്കെതിരെ സത്യം പറഞ്ഞാൽ കേസ് കൊടുക്കണം നിങ്ങൾ സീരിയസ്ലി. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു പേഷ്യന്റ് വരുമ്പോഴത്തേക്കിന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുമ്പോൾ നമ്മളെല്ലാം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ ഈ പറഞ്ഞ മെഡിക്കൽ ഇത് പോയിട്ട് ഡോക്ടർ ആവാനുള്ള പഠിച്ച ആൾക്കാരോ കാര്യങ്ങളൊന്നും അല്ല. നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് നോളജ് മാത്രമാണുള്ളത്. അതങ്ങനെ ഇതിങ്ങനെ എന്നുള്ള ചെറിയ ചെറിയ നോളജ് മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ അല്ലേ. പക്ഷേ ഡോക്ടേഴ്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഈ പ്രശ്നങ്ങൾക്കിടയിൽ വിഡ്ഢികളായി പോകുന്ന അല്ലെങ്കിൽ അതിന് ഇരയാക്കപ്പെടുന്ന ഇതുപോലുള്ള
രോഗികളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള നമ്മളെപ്പോലുള്ള ഓരോ ജനങ്ങളുമാണ്. എന്താണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. എന്താണെങ്കിലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ള തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി.